വെൽക്കം ടു ട്രേഡു. നമുക്ക് ഇന്നത്തെ ബി ടി സിയിലെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് നല്ല രീതിയിൽ റിജക്ഷൻ കിട്ടുന്നുണ്ട്. എന്നാൽ മുകളിലോട്ട് പോകുന്നുമില്ല. കാര്യമായിട്ട് നോക്കിയാൽ കാണാം ഇവിടെയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു നാരോ റേഞ്ചിന്റെ ഉള്ളിൽ നിന്നിട്ട് ആണ് മാർക്കറ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിവേ ഒരു ബ്രേക്ക് ഔട്ടിനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷെ ഇന്നുണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല. കാരണം ഇത്രയും നാരോ റേഞ്ചിൽ നിന്നിട്ട് ഒരു ഒരു സഡൻ ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ സഡൻ ആയിട്ട് താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങാനുള്ള രണ്ട് സാധ്യതയും കാണുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇന്നത്തെ മാർക്കറ്റിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിന് ആദ്യമായിട്ട് മാർക്കറ്റ് വരാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് ഏരിയാസ് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിൽക്കുന്ന ഏരിയയിൽ നിന്നിട്ട് കുറച്ച് താഴോട്ടേക്ക് വരികയാണെങ്കിൽ മാർക്കറ്റ് വരാൻ സാധ്യതയുള്ള ആദ്യത്തെ ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഇവിടേക്ക് മാർക്കറ്റ് ഒരുപക്ഷെ എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ എക്സ്പെക്ട് ചെയ്യാവുന്ന അടുത്തൊരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡലിന്റെ ലോയാണ്. അപ്പൊ ഇത് രണ്ടുമാണ് ഇന്ന് മാർക്ക് ചെയ്തിടുന്നത്. ഇനി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇന്നലത്തെ ഹൈ തന്നെയാണ് മാർക്കറ്റ് എത്താൻ സാധ്യത ഉള്ളത്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. അവരുടെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിന്റെ പ്രൈസ് റേഞ്ചുകൾ ഒന്ന് നോക്കാം. താഴേന്ന് 113,936 ആൻഡ് 115,130. അടുത്തത് 116,354. അടുത്തത് 117,279. ഇത് രണ്ടും സപ്പോർട്ടാണ്. ഇനി മുകളിലുള്ള റെസിസ്റ്റൻസ് 119,876, 120,966, 122,145, 123,086. ഇത്രയാണ് 1 അവറിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇന്നലെ മാർക്ക് ചെയ്ത 50 മിനിറ്റ്സിന്റെ ഒരു ഏരിയ ആയിരുന്നു ഈ ലെവൽ എന്നുള്ളത്. ഇന്നലത്തെ അനാലിസിസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നതിന് ശേഷം ഒരു ചെറിയ ഒരു പുൾ ബാക്ക് കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത്. അതുപോലെ സംഭവിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 50 മിനിറ്റ്സിൽ ഈ ഒരു ക്യാൻഡിൽ റേഞ്ച്, അതായത് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണ്. ശ്രദ്ധിക്കണം, കൺഫർമേഷൻ കിട്ടുക എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 50 മിനിറ്റ്സിൽ ഈ ലെവൽ എന്ന് പറയുന്നത് അത്യാവശ്യം മോശമില്ലാത്ത റെസിസ്റ്റൻസ് ഏരിയ ആണ്. അപ്പൊ അതിനെ ഒന്ന് മാർക്ക് ചെയ്തിടാം, എന്നിട്ട് പറഞ്ഞുതരാം. ഇത് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, അതായത് ഈ ഒരു റേഞ്ച് നിന്ന് ഇന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഇതിന്റെ മുകളിൽ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി ഉണ്ട്. അപ്പോഴും കൺഫ്യൂഷൻ ആണ് ബി ടി സിയിൽ. കാരണം മുകളിലോട്ടൊക്കെ നോക്കുന്ന സമയത്ത് കാണാം ഇവിടെ നിന്നൊരു ഒരു സപ്ലൈ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു നല്ലൊരു FEG ഉണ്ട്. അത് മാത്രമല്ല ഇവിടെയൊക്കെ നല്ല രീതിയിലുള്ള കൺസോളേഷനും അതുപോലെ തന്നെ റെസിസ്റ്റൻസുകളും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിലും എത്രയും പെട്ടെന്ന് ഒരു ടാർഗറ്റ് വെച്ച് ഇറങ്ങി വരിക എന്നുള്ളതാണ് ഇപ്പോൾ നോക്കേണ്ടത്. ഇനി അടുത്തത് മാർക്കറ്റ് ഇവിടെ ഈ ലെവലൊക്കെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് എത്താൻ സാധ്യതയുള്ള ഈ ലെവലിലാണ്. ആ ലെവലിന്റെ പ്രത്യേകത എന്ന് നോക്കിയാലും ഇവിടെയും നല്ല രീതിയിലൊരു സപ്ലൈ നടന്നിട്ടുണ്ട്. നോക്കിയാൽ കാണാം, ഇവിടെ നിന്നും ഒരു സപ്ലൈ നടന്നുണ്ട്. മൾട്ടിപ്പിൾ ടൈം ആ ഏരിയയിലേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ നിന്നൊരു സപ്ലൈ നടന്നിട്ടുണ്ട്. സോ ഈ ലെവലിലേക്കൊക്കെ എത്തുന്ന സമയത്ത്, എക്സ്പെഷ്യലി ഈ ഒരു റേഞ്ചിലേക്കൊക്കെ എത്തുന്ന സമയത്ത് ഒന്ന് നോക്കുക, മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഈ റെസിസ്റ്റൻസ് ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് എത്താനുള്ളത് ഈ ലെവലാണ്. ഈ ലെവലിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ ടൈം ഹൈയും കൂടിയാണ്. അവിടെയും നല്ല രീതിയിൽ സപ്ലൈ നടന്നിട്ടുണ്ട്. നോക്കിയാൽ കാണാം
ഈ റേഞ്ചിൽ നിന്നൊക്കെ നല്ല രീതിയിൽ സപ്ലൈ നടന്ന ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് ഈ ലെവലിലേക്കൊക്കെ എത്തുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക. അപ്പോൾ ഈ റേഞ്ചുകളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. അവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് എങ്ങനെയാണെന്നുള്ളത് നോക്കുക. ഇനി അതുപോലെ താഴോട്ടേക്ക് വരുന്നത്, താഴോട്ടേക്ക് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാലും ഒരുപക്ഷെ നല്ല രീതിയിൽ നമുക്ക് ഒരുപക്ഷെ സപ്പോർട്ട് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ബൈ നോക്കാം. അല്ല ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത ടാർഗറ്റ് ഈ ലൈന്, പിന്നെ അടുത്ത ടാർഗറ്റ് ഈ ഒരു സപ്പോർട്ട് ഏരിയയാണ് വരുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ ഇടയിലും 15 മിനിറ്റ്സിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ടാവും. എക്സ്പെഷ്യലി ഈ ലൈനൊക്കെ ഇരിക്കുന്നത് നോക്കിയാൽ കാണാം മൾട്ടിപ്പിൾ ടൈം ടച്ച് ചെയ്ത് ബ്രേക്ക് ചെയ്തൊക്കെയാണ്. അപ്പൊ അവിടേക്ക് 15 മിനിറ്റ്സിന്റെ പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ടെങ്കിൽ അവിടെ ഇന്ന് ഇറങ്ങി പോരേണ്ടതാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ BTCയിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. സംശയമോ മറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വീഡിയോസ് കാണുക. കണ്ടതിന് ശേഷം പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് അവിടേക്ക് മാർക്കറ്റ് വരുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ബ്ലൈൻഡ്ലി അനാലിസിസിനെ ഫോളോ ചെയ്യാതിരിക്കുക.